കേരളത്തിലെ കോൺഗ്രസിന് ഒരു ഉത്തേജക മരുന്നാണ് അഡ്വക്കേറ്റ് BRM ഷഫീർ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് അദ്ദേഹം സംഘടനാ രംഗത്തു മാത്രമല്ല പാർലമെന്ററി രംഗത്തും അതിശക്തമായി കടന്നു വരണമെന്ന് പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുകയാണ്. പഴയതിൽ നിന്നും വിപരീതമായി പുതിയ KPCC നേതൃത്വം സങ്കുചിത ചിന്തകളിൽ നിന്നുമില്ലാതെ പാർട്ടിയെ നയിക്കാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി മാത്രം രൂപീകരിച്ചത് എന്ന് പറയുമ്പോൾ അവർക്ക് മുന്നിൽ 100% സ്വീകാര്യനാവുകയാണ് തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് BRM ഷഫീർ. അപൂർവം ചില നേതാക്കന്മാരെ മാത്രമേ നമുക്ക് ഇങ്ങനെയൊരു ആമുഖം നൽകി പരിചയപ്പെടുത്താൻ കഴിയുകയുള്ളൂ. കേന്ദ്രത്തിലും കേരളത്തിലും തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ പരിഹാസം മാത്രം കേൾക്കുന്ന ഒരു സമയത്ത്, മുതിർന്ന നേതാക്കൾ പോലും ചാനൽ എന്ന് കേൾക്കുമ്പോൾ ഓടിയൊളിച്ചിരുന്ന ഒരു സമയത്ത് നെഞ്ചും വിരിച്ച് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് കോൺഗ്രസിന്റെ മുഖം രക്ഷിച്ച ചുരുക്കം ചില യുവ നേതാക്കളിൽ ഒരാളാണ് BRM ഷഫീർ. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തിരുവനന്തപുരം ജില്ലയിലെ വർക്കല നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. നിലവിൽ KPCC സെക്രട്ടറിയാണ്. തിരുവനന്തപുരത്തെ അഭിഭാഷകൻ കൂടിയാണ്. മാത്രമല്ല 2021 പാർട്ടിയുടെ തീപ്പൊരി പ്രാസംഗികനായി പാർട്ടിക്കാർക്ക് മാത്രം സ്നേഹമുള്ളവനായിരുന്നു എങ്കിൽ വർഷം 4 കഴിയുമ്പോഴേക്കും പാർട്ടിക്കുള്ളിലും പുറത്തും വളരെ ജനകീയനായി ഷഫീർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. 2021 ഒരു ഇടത് തരംഗത്തിൽ UDFന്റെ ഒട്ടുമിക്ക പ്രമുഖന്മാരടക്കം കടപുഴകി വീണത് നമ്മൾ കണ്ടതാണ്. എങ്കിലും പല നേതാക്കളും തോറ്റ മണ്ഡലങ്ങളിൽ തന്നെ ക്യാമ്പ് ചെയ്ത് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതുപ്രകാരം ഷഫീർ വർക്കലയിൽ തന്നെ സജീവമായിരുന്നു. പക്ഷേ അദ്ദേഹം വർക്കലയിൽ തന്നെ ആയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. വർക്കലയിൽ ചില സാമുദായിക സമവാക്യങ്ങളിൽ മാറേണ്ടി വരുമെന്നുള്ളൊരു സൂചന ലഭിച്ച ഷഫീർ ഇപ്പോൾ നെടുമങ്ങാട് മണ്ഡലത്തിലാണ് സജീവമായിരിക്കുന്നത്. കഴിഞ്ഞ തവണ നെടുമങ്ങാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന PS പ്രശാന്ത് ഇപ്പോൾ പാർട്ടി മാറി CPMൽ ചേരുകയും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായി ആയിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി നെടുമങ്ങാട്ട് BRM ഷഫീർ തന്നെയാണ്. കോൺഗ്രസുകാരുടെ ആവേശവും മറ്റു പാർട്ടിക്കാർക്കും പ്രിയങ്കരനായ ഷഫീർ പക്ഷേ അവിടെ പോരാടേണ്ടത് നിലവിലെ മന്ത്രി CPയുടെ GR അനിൽ എന്നുള്ളത് കൊണ്ട് മത്സരം കനക്കുക തന്നെ ചെയ്യും. എങ്കിലും ഒരു കാര്യം, GR അനിലിനോട് പോരാടാൻ കെൽപ്പുള്ള നേതാവ് ഇന്നത്തെ നിലയിൽ കോൺഗ്രസിൽ BRM ഷഫീർ തന്നെയാണ്. അത് പാർട്ടിയും തിരിച്ചറിഞ്ഞത് കൊണ്ടാകണം നെടുമങ്ങാട് ചൂണ്ടിക്കാട്ടി ഷഫീറിനോട് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയും മാണിക്കൽ, കരകുളം, വെമ്പായം, പോത്തൻകോട്, അണ്ടൂർക്കോണം എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് നെടുമങ്ങാട് നിയമസഭാ മണ്ഡലം. മണ്ഡലമുണ്ടായ കാലം മുതൽ അത് CPയുടെ മണ്ഡലമായിരുന്നു, എതിരാളി കോൺഗ്രസും. അങ്ങനെ 15 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ 12 തവണയും വിജയിച്ചത് CPI അഥവാ LDF ആയിരുന്നു. 3 തവണ മാത്രം കോൺഗ്രസ്. അത് 3ഉം ഇന്നത്തെ DCC അധ്യക്ഷൻ പാലോട് രവിയായിരുന്നു വിജയിച്ചത്. എന്നാൽ ഇപ്പോൾ പാലോട് രവിയുടെ പ്രവർത്തനം ഒട്ടും തൃപ്തികരമല്ല. ഇപ്പോൾ ജില്ലയിൽ അദ്ദേഹത്തെ പരീക്ഷിക്കുന്നത് കോൺഗ്രസ് ഭയക്കുന്നുണ്ട് ആ മണ്ഡലത്തിൽ. മാത്രമല്ല, GR അനിൽ എന്ന ഭക്ഷ്യമന്ത്രി സംസ്ഥാനത്ത് പരാജയമാണെങ്കിലും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നല്ല ജനകീയനാണ്. അതുകൊണ്ട് GR അനിൽ എന്ന ജനകീയ മന്ത്രിയെ തളക്കാൻ മറ്റൊരു ജനകീയൻ തന്നെ വേണ്ടിവരുമെന്ന് പറയുമ്പോഴാണ് BRM ഷഫീർ അവിടെ 100% അനുയോജ്യനായി വരുന്നത്. ഇത്തവണ കോൺഗ്രസിനും UDFനും ജീവൻ മരണ പോരാട്ടമാണ് കേരളത്തിലും അതുപോലെ നെടുമങ്ങാട്ടും. അതുകൊണ്ട് പരീക്ഷണത്തിന് നിൽക്കാൻ അവർ തയ്യാറാകില്ല. KPCC നേതൃത്വം, ഹൈക്കമാൻഡും യോഗ്യത മാത്രമാണ് കണക്കിലെടുക്കുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ നെടുമങ്ങാട് ഇടതുപക്ഷ മണ്ഡലമാണെങ്കിലും ഇത്തവണ സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ള സത്യം നെടുമങ്ങാട്ടുകാർ ആദ്യം തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ GR അനിൽ അടിതെറ്റാൻ സാധ്യതയുണ്ടെന്നും അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പ്രതിഫലം പോലും വാങ്ങാതെ ജോലി ചെയ്യുന്ന BRM ഷഫീർ കോൺഗ്രസിന് പ്രതീക്ഷയാകുന്നു എന്നുമാണ് പൊതുവെയുള്ള മണ്ഡലത്തിലെ ചർച്ച. അതുപ്രകാരം അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. 1991 മുതൽ 2016 വരെ 6 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി മത്സരിച്ച കോൺഗ്രസ് നേതാവ് പാലോട് രവി 3 തവണ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് PS പ്രശാന്ത് വന്നപ്പോൾ 2021 20,000-ലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. എന്നാൽ 40,000-ഓളം വരുന്ന മുസ്ലിം വോട്ടർമാർ BRM ഷഫീറിന് തുണയാകുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വവും രാഷ്ട്രീയ നിരീക്ഷകരും വിശ്വസിക്കുകയാണ്.
അവർക്കിടയിലും വലിയ മുന്നേറ്റമാണ് ഷഫീർ നടത്തിയിരിക്കുന്നത്. ഏതായാലും സിറ്റിംഗ് MLA GR അനിൽ ശക്തനാണ് മണ്ഡലത്തിൽ. പക്ഷേ പല മണ്ഡലങ്ങളെയും പോലെ നെടുമങ്ങാട് എന്ന ഇടതുമന്ത്രി മണ്ഡലവും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാർട്ടിയോടൊപ്പം തന്നെ പൊതുജനങ്ങളും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നുള്ള നിലയിൽ BRM ഷഫീർ എന്തുകൊണ്ടും യോഗ്യൻ തന്നെയാണ്.